മരണമടഞ്ഞ വസുമതി അമ്മയുടെ മകൾ കവിതയുടെ പരാതിയുടെ പുറത്താണ് ഞങ്ങൾ വന്നത്. വസുമതി അമ്മയുടെ മരണം ഒരു വെൽ പ്ലാൻഡ് മർഡർ ആണെന്നാണ് പരാതിയിലുള്ളത്. അതൊരു കൊലപാതകമാണെങ്കിൽ അന്വേഷിക്കണം സർ. സർ, കാട് കയറി അന്വേഷണമൊന്നും വേണ്ട പ്രതിയിലേക്ക് എത്താൻ. പ്രതി ഇവിടെ തന്നെയുണ്ട്. കവിതേ, സാറ് വിളിച്ചൊന്ന് ചോദിച്ചാൽ ഇവിടെ വെച്ച് തന്നെ സത്യം തെളിയിക്കാൻ പറ്റും. കവിത ആരെ പറ്റി പറയുന്നത്? നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതും പഴിചാരുന്നതും ഒക്കെ പോലീസിന്റെ മുന്നിൽ വെച്ച് വേണ്ട. ആരായത് ചെയ്തതെന്നാണ് നിങ്ങൾ പറയുന്നത്? അമ്മു. ആരാ അമ്മു? അമ്മു ആരാന്ന് ചോദിച്ചാ അവളുടെ ശരിക്കുള്ള പേര് അതൊന്നുമല്ല. ചിലർ ലക്ഷ്മി എന്ന് പറയും, മറ്റു ചിലർ ലച്ചു എന്ന് വിളിക്കും. അതും കൂടി ഒന്ന് കണ്ടെത്തി തരേണ്ടതുണ്ട് സർ. ഈ വീട്ടിലെ സർവന്റ് ആണോ? സെർവന്റായി തന്നെ അവൾ ഈ വീട്ടിലേക്ക് വന്നത്. എല്ലാവരെയും കയ്യിലെടുത്ത് പെട്ടെന്ന് തന്നെ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെ ആയി അവൾ. അമ്മയെ കൊല്ലാൻ വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു സർ. നിങ്ങൾ പറയുന്നതിനെ പറ്റി വല്ല ബോധമുണ്ടോ? നിങ്ങളോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. അവളെ രക്ഷിക്കാനാണ് സർ ഇവിടെ ചിലര് ശ്രമിക്കുന്നത്. അമ്മുവിനെ വിളിക്ക്. സാറേ, പറയുന്നതിൽ മാപ്പാക്കണം. അവളൊരു പാവം കുട്ടിയാ. നടന്നതൊരു കൊലപാതകമാണ്. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങൾ ആരാ? എന്റെ മരുമകളാ. അമ്മോ, അയ്യോ, അമ്മോ, അവളെങ്ങനെ ഒളിച്ചിരിക്കാതെ ഇറങ്ങി വന്നേ. ഇങ്ങോട്ട് മാറി നിൽക്കടി. സഞ്ജു, ഇത് പക വീട്ടില്ല, സമ്മതിച്ചു കൊടുക്കരുത്. നീ ഈ വീട്ടിൽ വന്നിട്ട് എത്ര കാലമായി? 1 വർഷം. നിനക്ക് വസുമതി അമ്മയോട് വൈരാഗ്യം തോന്നാൻ എന്താ കാരണം? അയ്യോ, എനിക്കെന്റെ സ്വന്തം മുത്തശ്ശിയെ പോലെയായിരുന്നു. അവള് പറയില്ല സർ. സംഭവ ദിവസം അമ്മ ഇവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. അതിന്റെ കാരണം ഇവിടെ ഞങ്ങളുടെ ഗസ്റ്റായി താമസിക്കുന്ന ഒരാളുടെ റൂമിൽ ഇവള് പോയി കയറിയിരുന്നു. സന്ധ്യയ്ക്ക് ഇവള് ഉണങ്ങാനിട്ട തുണികൾ എടുക്കാൻ പോയായിരുന്നു ടെറസില്. അച്ഛന്റെ മരുന്നുകൾ ഇവളെ എടുത്തു കൊടുക്കാറ്. അച്ഛന് സുഖമില്ലാതായപ്പോ മരുന്ന് എവിടെ വച്ചിരിക്കുന്നു എന്ന് ചോദിക്കാൻ അമ്മ ഇവൾക്ക് പിന്നാലെ ടെറസിലേക്ക് ചെന്നു. പിന്നെ എന്താ ഉണ്ടായത്? അമ്മ താഴേക്ക് വീഴുമായിരുന്നു സർ. സത്യമായിട്ടും മുത്തശ്ശി ടെറസിൽ വരുമ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ടെറസിലേക്ക് അച്ഛനോട് പറഞ്ഞിട്ടല്ലേടി നീ പോയത്? ഞാനിപ്പോ പോയില്ല. നീ പോയോ ഇല്ലേന്നൊക്കെ ഞങ്ങൾ പറയിച്ചോളാം. ഷീജെ, ഇവിടെ പിടിച്ചോണ്ട് പോ. ഇനി ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് മതി.
അമ്മുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങോട്ട് മാറി നിൽക്കടി. സഞ്ജു, അവരൊന്ന് തടയേ. സർ, ഒരു ആരോപണത്തിന്റെ പേരിൽ അവളെ കൊണ്ടുപോകരുത്. ഇവർക്ക് അവളോടുള്ള പക വീട്ടാനാ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. സാർ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ വില കൊടുക്കേണ്ടി വന്നാ പോലീസുകാർക്ക് അതിനെ സമയമുണ്ടാവും. ഞങ്ങളെ തടയാൻ വന്നാലേ വകുപ്പ് വേറെ. മാറിക്കോട്ടു. ഇവിടെ കൊണ്ടുവാ. ഇങ്ങോട്ട് വരാൻ. മോളെ കൊണ്ടുപോകരുത്. നടക്കാനല്ലേ പറഞ്ഞത്? വേണ്ട. സ്വാതി, സഞ്ജു, അമ്മുവിനെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. കൊല ചെയ്തവളെ പിന്നെ വെച്ച് വാഴിക്കണം. നിങ്ങളൊരു സ്ത്രീയാണോ? സഞ്ജു വാ. സഞ്ജു, കേറങ്ങോട്ട്. ചേച്ചി, ചേച്ചി. എന്റെ മോള്, അമ്മ ഇതെങ്ങനെ സഹിക്കും? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത നിനക്ക് ദൈവം ഇങ്ങനെ ഒരു വിധി തന്നല്ലോ മോളെ. അമ്മേ, നീ എന്തിനാ എന്നെ ഇപ്പൊ കാണാൻ വന്നത്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനാണോ? എനിക്കിപ്പോ ആരെയും കാണണ്ട. എന്റെ മോളെ കാണാതെ എനിക്കിപ്പോ ആരെയും കാണണ്ട. അമ്മേ, കരഞ്ഞ അസുഖം വരുത്തി വെക്കരുത്. നിനക്ക് നിന്റെ അമ്മയുടെ അസുഖമാണല്ലേടാ വലുത്. എടാ, ആരെയാ കൊലക്കുറ്റം ആരോപിച്ച് ഈ വീട്ടിൽ നിന്ന് പോലീസ് കൊണ്ടുപോയതെന്ന് നിനക്കറിയോ? നീ താലി കെട്ടിയ പെണ്ണിനെ, മംഗലശ്ശേരിയിലെ മരുമകളെ പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്. എനിക്കിപ്പ അറിയണം, അമ്മുവാണ് അത് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പറയണം, പറയണം. അമ്മുവിനറിയാം ഈ വീട്ടിലുള്ളവരൊക്കെ ആരാണ് അവൾക്കെന്ന്. നിന്റെ മുത്തശ്ശി അവളുടെ മുത്തശ്ശിയായിരുന്നു. അവൾ എങ്ങനെ അമ്മയെ പരിചരിച്ചെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും മറന്നു. പക്ഷെ എനിക്കിത് മറക്കാനാവില്ല. ഈ കുടുംബത്തിന്റെ സർവനാശം കാണാൻ കൊതിക്കുന്ന ദക്ഷയുടെ അമ്മയെ കണ്ടിട്ട് കൈവിട്ട് കളയാൻ അവൾക്ക് മനസ്സ് വന്നില്ല. സ്വന്തം മുത്തശ്ശിയെ പോലെ അവൾ ആ സ്ത്രീയെ സ്നേഹിച്ചു, പരിചരിച്ചു. ആ പെൺകുട്ടിയാണത്രേ അമ്മയെ ടെറസിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത്. അമ്മുവിനെ ഞാൻ കൈവിട്ടെന്നാണ് അമ്മ കരുതുന്നത്. വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടമ്മേ. ഇതിന്റെ പിന്നിലെ ഒരു അപകടം കൂടി നീ മനസ്സിലാക്കണം. അമ്മു ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടി പോലീസ് പോവും. പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതിനു മുൻപ് അമ്മുനെ നീ പുറത്തിറക്കാൻ നോക്ക്. സഞ്ജു ഇവിടെ വന്നിരിക്കുമായിരുന്നു. നമുക്ക് ഇറങ്ങാം സഞ്ജു. എത്രയും വേഗം ഒരു അഡ്വക്കേറ്റുമായി പോലീസ് സ്റ്റേഷനിൽ എത്തണം. ചെല്ലടാ വേഗം. അവള് പറഞ്ഞു കേട്ടില്ലേ? പോ, വാ. പോടാ.
എഴുന്നേക്ക. ഈ പൂങ്കണ്ണീര് ഒഴിക്കാതെ എണീക്കടി. CI സാർ നിന്നെ ശരിക്കൊന്ന് കാണാൻ വരുന്നുണ്ട്. എഴുന്നേക്ക. ഞാനല്ലേ മുത്തശ്ശിയെ കൊന്നത്. അതൊക്കെ പറയേണ്ടതേ എന്നോടല്ല, CI സാറിന്റെ അടുത്താ. നിനക്ക് ഇവിടുത്തെ CI സാറിന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. സത്യം മാത്രം പറഞ്ഞോണം, അല്ലെങ്കിൽ ചൂരലിന്റെ ചൂട് നീ അറിയും. നോക്ക്, എനിക്ക് വെറുതെ വേസ്റ്റ് ആക്കാൻ സമയമില്ല. ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയണം. എന്തിനാ നീ വസുമതിയമ്മയെ കൊന്നത്? അയ്യോ സർ, ഞാൻ മുത്തശ്ശിയെ കൊന്നിട്ടില്ല. മുത്തശ്ശി എന്നല്ല, ആരെയും കൊല്ലാൻ എനിക്കാവില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഗോവിന്ദും നീയുമായുള്ള ബന്ധം അറിഞ്ഞ് മുത്തശ്ശി ശരിക്കും നിന്നെ വഴക്ക് പറഞ്ഞു അല്ലേ? അപ്പോ അതിന്റെ പ്രതികാരം നീ അങ്ങ് തീർത്തു. സൗകര്യത്തിന് മുത്തശ്ശിയെ ടെറസിൽ കിട്ടിയപ്പോ നീ ചെറുതായിട്ടൊന്ന് തള്ളി, മുത്തശ്ശി വീണങ്ങ് മരിച്ചു. ശരിക്കും ഇതല്ലേ സംഭവിച്ചത്? അയ്യോ സർ, ദൈവദോഷം പറയരുത്. പാവം മുത്തശ്ശി. എനിക്കതിനാവില്ല സർ. നിനക്ക് ഈ മംഗലശ്ശേരി കുടുംബമായിട്ട് എന്താ ബന്ധം? സർ, അത് ഇനി എന്റെ മുമ്പിൽ ഒളിച്ചു കളിക്കരുത്. മറുപടി കൃത്യമായി പറയണം. നീ ആ കുടുംബത്തിലെ ആരാ? ഞാൻ അവരുമായിട്ട് ഒരു ബന്ധമില്ല സർ. അത് ശരി. അപ്പൊ അവിടെ നീ വീട്ടുജോലിക്ക് നിൽക്കായിരുന്നോ? അല്ല സർ. പിന്നെ വാടകയ്ക്ക് താമസിക്കായിരുന്നോ? അല്ല സർ. അവിടെ ആരെങ്കിലും ലക്ഷ്മിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാണോ? അത് അല്ല സർ, അല്ല. അതൊന്നും അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മി എന്തിനാ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്? അത് ശ്രീദേവി അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടം, അതുകൊണ്ടാ. എന്തിഷ്ടം? അത് മോളെ പോലെ എന്നെ കാണുന്ന. മോളെ പോലെയോ? അതെ സർ. അപ്പോ ലക്ഷ്മിയുടെ വീട് എവിടെയാ? അതിവിടെയല്ല. കറക്റ്റ് സ്ഥലം പറയേ. പെരുവണ്ണാപുരം. അവിടെ എനിക്കിപ്പോ ആരുമില്ല സർ. അപ്പൊ ഇവിടെ മംഗലശ്ശേരിയിൽ ശ്രീദേവി അമ്മയുടെ സ്നേഹത്തിന്റെ പേരിൽ നീ നിൽക്കുന്നു അല്ലേ? ഒരു അന്യ പെൺകുട്ടി വെറുതെ സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് അങ്ങനെ ഒരു കുടുംബത്തിൽ സ്ഥിരമായി നിൽക്കുവോ? ഇനി നിന്നു എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ ആത്മാർത്ഥമായി ആ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കോ? ഇല്ലല്ലോ. സ്നേഹിക്കൂ സർ. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ അവിടെ എല്ലാവരും സ്നേഹിച്ചത്. അതാണല്ലോ ഇപ്പൊ കണ്ടത്. മുത്തശ്ശിയെ കൊന്നത് ലക്ഷ്മിയെ വഴക്ക് പറഞ്ഞ ദേഷ്യം കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? സർ, എന്നെ വിശ്വസിക്കണം, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോ നീ സത്യം പറയില്ല അല്ലേ? സർ, ഞാൻ സത്യം മാത്രമാണ് സർ പറയുന്നത്. സരിതേ, സർ, ഇവളോട് നേരെ ചോദിച്ചാൽ സത്യം പറയില്ല. നമ്മുടെ ആ ചൂരൽ കഷായില്ലേ, അത് ശരിക്കും കൊടുത്തേ പറ്റൂ. എന്നാലേ ഇവിടെ സത്യം പറയൂ. ശരി സർ. സർ, അടങ്ങിയിരിക്കും അവിടെ. അയ്യോ, ഇങ്ങോട്ട് മാറി നിൽക്കടി. വേണ്ട സർ, ഇങ്ങോട്ട് വാ. ചെയ്യില്ലേ സർ. സർ, എന്നെ ഒന്നും ഹലോ, ചെയ്യില്ലേ സർ. ഹലോ സർ. അതെ സർ. ഇല്ല, തെളിവുകളൊന്നുമില്ല സർ. പിന്നെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നേ ഉള്ളൂ. വിട്ടേക്കാം സർ, വിട്ടേക്കാം. എസ്പിയാ, തെളിവില്ലാത്ത കേസാ, ഇവളെ വിട്ടേക്കാം. എസ് പിയുമായിട്ട് നിനക്ക് എന്താടി ബന്ധം? എനിക്കാ ബന്ധം. SP യെ കൊണ്ട് CI സാറിനെ ഇപ്പൊ ഞാനാ വിളിപ്പിച്ചത്.
ഇനി സാറിന് തടസ്സമൊന്നുമില്ലല്ലോ. ലച്ചുവിനെ എനിക്ക് കൊണ്ടുപോവാലോ. ഇപ്പൊ കൊണ്ടുപോവാ. പക്ഷേ ഇവള് തെറ്റുകാരിയാണെന്ന് തെളിഞ്ഞ ഇവളുടെ കൂടെ നിങ്ങളും ഇതിന്റെ അകത്ത് കിടക്കേണ്ടി വരും. അത് നമുക്ക് അപ്പൊ കാണാം. ഈ സാറിന് നിന്നൊന്നും ചെയ്യാനാവില്ല അല്ലേ സാറേ? നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വാ. ഞാനല്ലേ വിളിക്കുന്നത്. വാ. എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. തല്ലുകൊള്ളുന്ന പേടിച്ച് ഞാൻ നിന്ന് കൃത്യസമയത്ത് വന്നെന്നെ സഹായിച്ചല്ലോ. നന്ദിയുണ്ട്. ദക്ഷമയെ ദൈവം അനുഗ്രഹിക്കും. ഇതിനു മുൻപ് പലതവണ ലച്ചു എന്നെ സഹായിച്ചിട്ടുണ്ടല്ലോ. അതിന് പകരമാണ് ഈ സഹായം എന്ന് കരുതിയ മതി. എനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ എന്റെ അമ്മയെ രക്ഷിച്ച് എന്റെ കൈകളിൽ ഏൽപ്പിച്ചത് ലച്ചുവ. അത് ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയില്ല. അപകടത്തിലേക്ക് പോകാൻ ഇറങ്ങിയ എന്റെ ഏട്ടനെ കവിതയിൽ നിന്നും കൃത്യസമയത്ത് രക്ഷിച്ചതും ലച്ചു അല്ലേ? ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ലച്ചുവിനെ ഞാൻ ഇങ്ങനെയെങ്കിലും സഹായിക്കണ്ടേ? എന്തായാലും ഇങ്ങനെയല്ല സംഭവിച്ചു. ലച്ചുവിനെ ഇപ്പോ അവര് കൊലപാതകയും ആക്കി. ആ കുടുംബത്തിലേക്ക് ലച്ചു ഇനി പോണ്ട. ലച്ചു എന്നോടൊപ്പം വാ. വീട്ടിൽ അമ്മയും ഉണ്ടല്ലോ. അമ്മയ്ക്കും ലച്ചു ഒരു കൂട്ടാവും. അതാ നല്ലത്. ദേ, ആലോചിക്കാനൊന്നുമില്ല. സ്വന്തം മോളായിട്ട് തന്നെയാ ഞാൻ ലച്ചുവിനെ വിളിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹാ, ഇനി സംശയിച്ച് നിന്നാ പറ്റില്ല കേട്ടോ. ലച്ചുവാ. ചേച്ചി, ചേച്ചി, ദക്ഷമ എന്നെ രക്ഷിച്ചു. ലച്ചുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ഞാൻ അഡ്വക്കേറ്റിനെ കൂട്ടി വന്നതാ. ഇനി അതിന്റെ ആവശ്യമില്ല. SP ഞാൻ വിളിച്ചിരുന്നു. ലച്ചു ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതെന്തായാലും നന്നായി. താങ്ക് യു സാർ. അപ്പോൾ നമ്മളിനി CI കാണേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ലച്ചു, അമ്മ അവിടെ നിന്നെയും കാത്തിരിക്കുക. നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നാ അമ്മ എന്നോട് പറഞ്ഞ. എനിക്കിപ്പോ ആരെയും കാണണ്ട. എന്റെ മോളെ കാണാതെ എനിക്കിപ്പോ ആരെയും കാണണ്ട. അമ്മ വാ, നമുക്ക് പോവാം. ആ, ഇവൾ എന്റെ കൂടെയാ വരുന്നത്. അമ്മ അങ്ങനെ പറഞ്ഞോ? ഇവളെ കുറ്റവാളിയാക്കി ആ വീട്ടിലേക്ക് ലച്ചു എന്തിനാ ഇനി വരുന്നേ? ലച്ചു, വാ, നമുക്ക് പോവാം. ഞാനങ്ങോട്ട് വരാം. ഇപ്പോഴല്ല, പിന്നൊരു ദിവസം മുത്തശ്ശിയെ കാണാൻ. ദക്ഷമ എന്നോട് ക്ഷമിക്കണം. അമ്മ അവിടെ എന്നെയും കാത്തിരിക്കാം. ഞാൻ ചെന്നേ പറ്റൂ. വാ, നമുക്ക് പോവാം. ശ്ശേ.